നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്നതിനിടെ ഇറാനുമായി സമാധാന ചർച്ചകൾ ആരംഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ഇറാനുമായുള്ള ആയുധ ഇടപാടുകളിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണവും സൗദി സഖ്യസേനയുടെ തിരിച്ചടിയും മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ലെന്ന് KSRTC. കാർഡ് വിതരണത്തിലെ സാങ്കേതിക തടസ്സമാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നും അധികൃതർ വിശദീകരിച്ചു. എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാൻ സംഘർഷം ഒഴിവാക്കാനായി സംഭാഷണങ്ങൾ ആരംഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാഴ്ചയായി ആക്രമണം തുടരുന്നതിനിടെയാണ് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം തുടരുന്നതായി ട്രംപ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഇറാനെതിരെ വൻ ആക്രമണ പദ്ധതി നടപ്പാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ആക്രമണം ചിലപ്പോൾ വേണ്ടിവരില്ലെന്നും സംഭാഷണങ്ങൾ നടക്കുന്നതായി ഏത് സാഹചര്യവും നേരിടാൻ അമേരിക്കൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഭീഷണികളെയോ സമ്മർദ്ദങ്ങളെയോ ഭയപ്പെടുന്നില്ലെന്നും ഒരു ശക്തിക്കും വഴങ്ങില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറഞ്ഞു. ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി. ഉറപ്പുകൾ ലംഘിച്ച അമേരിക്കൻ നടപടികളാണ് ഹോർമൂസ് പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയതെന്ന് ഇറാൻ ചൈനയെ അറിയിച്ചു. ഇറാനുമായുള്ള ആയുധ ഇടപാടുകളിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കില്ലെന്ന് താൻ വിശ്വസിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ലംഘിച്ചാൽ അത് അവർക്ക് ദോഷം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന് ആയുധങ്ങൾ വിൽക്കുന്നതിനെതിരെ വെള്ളിയാഴ്ചയാണ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ റഷ്യയോ ചൈനയോ ഇറാനെ സഹായിക്കുന്നുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ട്രംപിൻ്റെ പ്രസ്താവന. പശ്ചിമേഷ്യയിൽ ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഏറ്റുമുട്ടൽ ശക്തമാകുന്നു. ചെങ്കടലിലൂടെ സഞ്ചരിച്ച സൗദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിലാണ് സൗദി അറേബ്യൻ സഖ്യസേന തിരിച്ചടി നൽകിയത്. യമനിലെ ഹുദൈദ തീരത്താണ് സഖ്യസേന ആക്രമണം നടത്തിയത്. യമനിലെ വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിലൂടെയാണ് വലിയ രീതിയിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചെങ്കടലിൽ സൗദി കപ്പലുകൾ ആക്രമിച്ചതിന് അതേ അളവിലാണ് തിരിച്ചടിയെന്ന് സൈന്യം അറിയിച്ചു. അതിനിടെ യാംബുവിൽ സൗദി സിവിൽ ഡിഫൻസ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും വൈകാതെ പിൻവലിച്ചു. അപകട സാധ്യത ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പിൻവലിച്ചത്. H-1B വിസ ഫീസ് ഈടാക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനം ഫെഡറൽ അപ്പീൽ കോടതി തള്ളി. അമേരിക്കയിൽ വിദഗ്ധ വിദേശ തൊഴിലാളികൾക്കായുള്ള H-1B വിസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനായിരുന്നു ട്രംപ് ഭരണകൂടത്തിൻ്റെ നീക്കം. ഫീസ് ഏർപ്പെടുത്തിയത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ട്രംപ് ഭരണകൂടത്തിൻ്റെ അപ്പീലാണ് കോടതി തള്ളിയത്. US കോൺഗ്രസിൻ്റെ അനുമതിയില്ലാത്ത നിയമവിരുദ്ധമായ നികുതിയാണിതെന്ന് ചൂണ്ടിക്കാട്ടി 20 ഡെമോക്രാറ്റിക് സംസ്ഥാന അറ്റോർണി ജനറൽമാർ നൽകിയ ഹർജിയിൽ ജൂൺ 8 കീഴ്ക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധിയാണ് ബോസ്റ്റൺ ആസ്ഥാനമായുള്ള 1-ാം US സർക്യൂട്ട് അപ്പീൽ കോടതി ശരിവെച്ചത്. ഫീസ് ചുമത്തിയത് വഴി ഭരണകൂടം തൻ്റെ അധികാര ദുർവിനിയോഗം ചെയ്തിട്ടില്ലെന്ന് അപ്പീലിൽ തെളിയിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിദേശ തൊഴിലാളികളെ ജോലിക്കെടുക്കാൻ ടെക്നോളജി കമ്പനികൾ കൂടുതലായി ആശ്രയിക്കുന്ന H-1B വിസകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബറിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത്. പ്രതിവർഷം 65,000 H-1B വിസകളും ഉപരിപഠനം കഴിഞ്ഞ തൊഴിലാളികൾക്കായി 20,000 വിസകളുമാണ് അനുവദിക്കുന്നത്. ഇവ 3 മുതൽ 6 വർഷം വരെയാണ് അംഗീകൃതമായിട്ടുള്ളത്. ഇന്ത്യൻ IT എഞ്ചിനീയറിംഗ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അമേരിക്കയിൽ ജോലി ലഭിക്കാനുള്ള പ്രധാന മാർഗമായാണ് H-1B വിസ. എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന വിസകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് സ്വന്തമാക്കുന്നത്. അതിനാൽ ഫീസിലുണ്ടാകുന്ന ഏത് മാറ്റവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും പ്രവാസികളെയും കാര്യമായി ബാധിക്കും. ലോകത്തെ ഏറ്റവും വലിയ റോക്കറ്റായ സ്റ്റാർഷിപ്പിൻ്റെ 13-ാം പരീക്ഷണ സബ് ഓർബിറ്റൽ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള SpaceX. വിക്ഷേപണം നടന്ന് 1 മണിക്കൂറിന് ശേഷം പേടകം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലാൻഡ് ചെയ്തെങ്കിലും വെള്ളത്തിൽ തൊട്ടതിന് പിന്നാലെ വശത്തേക്ക് മറിഞ്ഞ് പൊങ്ങിക്കിടക്കുകയായിരുന്നു. കമ്പനി പബ്ലിക് ലിസ്റ്റഡായ ശേഷമുള്ള ആദ്യ വിക്ഷേപണവും
സ്റ്റാർഷിപ്പിന്റെ V3 പതിപ്പിന്റെ രണ്ടാമത്തെ പറക്കലുമായിരുന്നു ഇത്. ചെറിയ രീതിയിലുള്ള എഞ്ചിൻ തീപിടുത്തവും മീഥെയ്ൻ ചോർച്ചയും ലാൻഡിങ്ങിന് ശേഷം ഉണ്ടായെങ്കിലും പേടകം പൂർണ്ണമായും പൊട്ടിത്തെറിച്ചില്ല എന്നത് മിഷന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി സ്പേസ് എക്സ് വിലയിരുത്തുന്നു. റോക്കറ്റിൽ നിന്നുള്ള ടെലിമെട്രി ഡാറ്റകൾ കമ്പനി നിലവിൽ വിശദമായി പരിശോധിച്ചു വരികയാണ്. പേടകത്തിനുള്ളിൽ ഉണ്ടായിരുന്ന 20 അടുത്ത തലമുറ സ്റ്റാർലിങ്ക് V3 സാറ്റലൈറ്റുകൾ വിജയകരമായി വിന്യസിക്കാൻ സാങ്കേതിക പരീക്ഷണത്തിലൂടെ സാധിച്ചു. ബഹിരാകാശത്ത് വെച്ച് റാപ്റ്റർ എഞ്ചിൻ വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് നടത്തിവന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി പിൻവലിച്ചു. തങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ തുടങ്ങിയ കമ്പനികൾക്കായി ഡ്രൈവർമാർ സർവീസ് പുനരാരംഭിക്കുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. ഡിമാൻഡുകൾ അംഗീകരിക്കാത്ത യൂബർ, ഓല കമ്പനികളെ പൂർണ്ണമായി ബഹിഷ്കരിക്കും. ഗവൺമെന്റ് മാനേജ്മെന്റുകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നം പരിഹരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ രംഗത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്ന സമഗ്ര നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ഗിഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. തൊഴിലാളികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ യൂബർ വ്യാജ പ്രചരണം നടത്തുന്നതായും സമരക്കാർ ആരോപിച്ചു. സമരം പൂർണ്ണമായും പിൻവലിച്ചെന്ന തരത്തിൽ വാട്സാപ്പിലൂടെ ഡ്രൈവർമാർക്ക് സന്ദേശങ്ങൾ അയച്ച് അവരെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് കമ്പനി ശ്രമിക്കുന്നതെന്ന് ഓൾ കേരള ഓൺലൈൻ ഡ്രൈവേഴ്സ് യൂണിയൻ അലയൻസ് സംഘടന കുറ്റപ്പെടുത്തി. കോളേജ് വിദ്യാർത്ഥികൾക്ക് ജെൻസി ടെക് വായ്പയുമായി കേരള ബാങ്ക്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമുള്ള ലാപ്ടോപ്പ് വാങ്ങാൻ ഈ തുക വിനിയോഗിക്കാം. 1 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി 27-ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. വായ്പ ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വാങ്ങാനാവില്ല. വായ്പയുടെ തിരിച്ചടവ് കാലാവധി 30 മാസവും പലിശ 6.99%. വിദ്യാർത്ഥികൾ രക്ഷിതാവുമായി ചേർന്ന് വായ്പയ്ക്ക് അപേക്ഷിക്കേണ്ടത്. രക്ഷിതാവിനെ കൂടാതെ ഒരു ബന്ധുവിൻ്റെ കൂടി ജാമ്യം വേണം. സിബിൽ സ്കോർ അടിസ്ഥാനമാക്കിയാണ് വായ്പ. ജെൻസി ടെക് വായ്പ എടുക്കുന്നവർ കേരള ബാങ്കിൽ നിന്നും വിദ്യാഭ്യാസ വായ്പ എടുത്താൽ അവർക്ക് പലിശയിൽ 0.5% ഇളവ് നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പി മോഹനനും വൈസ് പ്രസിഡന്റ് ടി വി രാജേഷും പറഞ്ഞു. ക്യാൻസർ രോഗികൾക്കായി നടപ്പിലാക്കി വരുന്ന സൗജന്യ യാത്രാ പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി KSRTC. സമൂഹ മാധ്യമങ്ങളിലൂടെ അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വാസ്തവവിരുദ്ധമാണെന്നും KSRTC വ്യക്തമാക്കി. കാർഡ് വിതരണത്തിൽ തടസ്സമുണ്ടായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിലും താമസം വന്നതുകൊണ്ടാണ്. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു. ഇതോടെ കാർഡ് വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു. നിലവിൽ നൽകിയിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ചുള്ള സൗജന്യ യാത്ര തുടരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിച്ചാൽ മതിയെന്നാണ് KSRTC അറിയിച്ചിരിക്കുന്നത്. തെറ്റായ പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണ്. പൊതുജനങ്ങളും സാമൂഹിക മാധ്യമ ഉപയോക്താക്കളും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും KSRTC വ്യക്തമാക്കി. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ സീസണിലേക്ക് സർവീസ് നടത്തുന്നതിനായി ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ KSRTC. 600 നോൺ AC ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ KSRTC ടെൻഡർ ക്ഷണിച്ചു. വെറ്റ് ലീസ് വ്യവസ്ഥയായിരിക്കും ബസ്സുകൾ വാടകയ്ക്കെടുക്കുക. KSRTC നേരിടുന്ന രൂക്ഷമായ ബസ് ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അടിയന്തര നീക്കം. സെപ്റ്റംബർ മാസത്തോടെ KSRTCയുടെ 2000-ഓളം ബസ്സുകളുടെ കാലാവധി പൂർത്തിയാവുകയാണ്. മുൻപ് കേന്ദ്ര സർക്കാർ നയം മറികടന്ന് 1917 ബസ്സുകൾക്ക് സംസ്ഥാന സർക്കാർ ഫിറ്റ്നസ് പുതുക്കി നൽകിയിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞ ഈ ബസ്സുകൾ ഇനി സർവീസിന് ഉപയോഗിക്കരുതെന്നും അവ പൊളിച്ചു നീക്കണമെന്നും കാണിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം സംസ്ഥാന ഗതാഗത സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ബസ്സുകളുടെ ലഭ്യതയിൽ കടുത്ത പ്രതിസന്ധി ഉടലെടുത്തത്. സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വർധന. ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,285 രൂപയും 1 പവൻ സ്വർണത്തിന് 1,06,280 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 10,915 രൂപയും പവന് 87,320 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.